ഹായ്, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗാസ് ഡൈവേർജൻസ് തിയറം. ഗാസ് ഡൈവേർജൻസ് തിയറം പറയുന്നത് ഒരു വെക്ടർ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് Fi പ്ലസ് Gj പ്ലസ് Hk ബി എ വെക്ടർ ഫീൽഡ് വിത്ത് എഫ് ജി ആൻഡ് എച്ച് ആസ് ഫംഗ്ഷൻസ്. ഇതിന്റെ ഫംഗ്ഷൻസ് ആണ് എഫ് ജി എച്ച് ഹാവിംഗ് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ് അറ്റ് ആൾ പോയിന്റ്സ് ഇൻ എ സോളിഡ് റീജിയൻ എച്ച്. ആ റീജിയൻ എന്താണ്? ഒരു സോളിഡ് റീജിയൻ ആണ് എച്ച്. ഹാവിംഗ് വോളിയം വി ആണ്. എന്താണ്? ഒരു വെക്ടർ ഫീൽഡ് എഫ്, അതിനകത്തുള്ള ഫംഗ്ഷൻസ് ആണ് എഫ് ജി എച്ച്. എന്തുണ്ട്? കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. പിന്നെ സോളിഡ് റീജിയൻ എച്ച് ആണ്. ഹാവിംഗ് വോളിയം ബി വിത്ത് എൻക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സർഫസ് എസ്. ഹാവിംഗ് ഔട്ട്വേർഡ് ഓറിയന്റേഷൻ ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. ദെൻ ഇതാണ് ഗാസ് ഡൈവേർജൻസ് തിയറത്തിന്റെ ഫോർമുല. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച്. ഈ എച്ച് എന്താണ്? സോളിഡ് റീജിയൻ എച്ച്. ഡൽ ഡോട്ട് എഫ് ഡി വി. എന്താണ് ഡൽ ഡോട്ട് എഫ്? ഡൈവേർജൻസ് ആണ്. ഡൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് ആണ്. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച് ഡൈവേർജൻസ് എഫ് ഡി വി എന്നാണ്. ഈ എൻ ക്യാപ്പ് എന്താണ്? ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ഔട്ട്വേർഡ് ടു ദ നോർമൽ സർഫസ്. ഈ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് യൂണിറ്റ് നോർമൽ ടു ദ സർഫസ് ആണ്. ഇതാണ് നമ്മുടെ ഗാസ് ഡൈവേർജൻസ് തിയറം പറയുന്നത്. നമുക്ക് ഗാസ് ഡൈവേർജൻസ് തിയറത്തിനെ ഇങ്ങനെയും പറയാം. ദി ഗാസ് ഡൈവേർജൻസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് എ വെക്ടർ ഫീൽഡ് across a closed surface is equal to the triple integral of the divergence over the closed region enclosed by the surface. ഈ കണ്ടുപിടിക്കുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് ആണ്. ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഡി വി ആണ്. ഇങ്ങനെയും പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. യൂസിംഗ് ഡൈവേർജൻസ് തിയറം ഇവാലുവേറ്റ് എഫ് ഈസ് ഗിവൺ. പിന്നെ റീജിയനും ഉണ്ട്. റീജിയൻ എന്താണ്? ഒരു സിലിണ്ടറിക്കൽ സോളിഡ് ആണ്. സിലിണ്ടർ. ഡൈവേർജൻസ് തിയറം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫംഗ്ഷൻ എഫും തന്നിട്ടുണ്ട്. ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഡൈവേർജൻസ് എഫ് കാണാം. ഡൈവേർജൻസ് തിയറം ആണെന്ന് പറയുന്നുണ്ട്. ആൾസോ എഫ് ഈസ് ഗിവൺ. എഫ് എന്താണ്? എക്സ് മൈനസ് ഇസഡ് ഐ പ്ലസ് വൈ മൈനസ് എക്സ് ജെ പ്ലസ് 2x അല്ല 2z ആണ്. 2z മൈനസ് yk. അപ്പൊ ഡൈവേർജൻസ് എഫ് എന്താണ്? ഡൈവേർജൻസ് എഫ് എന്ന് പറയുന്നത് ഡൽ ഡോട്ട് എഫ് ആണ്. ഡൈവേർജൻസ് സീറോ ആയതുകൊണ്ട് ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. ഡൽ ഡോട്ട് എഫ് എന്ത് വരും? ഡൽ എന്ന് പറയുന്നത് ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ്. ഞാൻ ഡാലിന്റെ ഫോർമുല. ഡോട്ട് എഫ് എന്താണ്? ഈ തന്നിട്ടുള്ള എഫ് എക്സ് മൈനസ് ഇസഡ് ഐ പ്ലസ് വൈ മൈനസ് എക്സ് ജെ പ്ലസ് 2z മൈനസ് വൈ കെ. എന്താണ് ഡോട്ട് പ്രോഡക്റ്റ്? ഐ തമ്മിൽ ഡോട്ട് ചെയ്യും, പക്ഷെ ഐ എഴുതില്ല. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഇസഡ്. കണ്ടോ? ഐ പറഞ്ഞ രണ്ടും കൂടെ ഇൻറ്റു എഴുതി വയ്ക്കും. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഇസഡ് പ്ലസ് ജെ വരുന്ന രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും, പക്ഷെ ജെ എഴുതില്ല. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ മൈനസ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെന്റെ കൂടെ വരുന്നത് 2z മൈനസ് വൈ. ഇതാണ് ഡൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ വരുന്നത് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെ വരുന്നത് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെയുടെ കൂടെ വരുന്നത്. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഇസഡ് 1 ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ മൈനസ് ഇസഡ് 1 ആണ്. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 2z മൈനസ് 2y ഒരു 2 ഉണ്ട്. അപ്പൊ 4 എന്ന് കിട്ടി. നമുക്ക് ഡൈവേർജൻസ് കിട്ടിക്കഴിഞ്ഞു 4 എന്നാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യൂസിംഗ് ഡൈവേർജൻസ് തിയറം നമുക്ക് ഇത് കണ്ടുപിടിക്കണം. ഇവാലുവേറ്റ്. അതായത് ബൈ ഡൈവേർജൻസ് തിയറം എന്താണ് ഇതിന്റെ ഫോർമുല? പിന്നെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. ബൈ ഡൈവേർജൻസ് തിയറം നമ്മുടെ ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ഇസഡ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച്. എച്ച് ആ സോളിഡ് റീജിയൻ ആണ്, അതായത് സിലിണ്ടറിക്കൽ റീജിയൻ. ഡൽ ഡോട്ട് എഫ് ഡി വി. എന്താണ് ഡൽ ഡോട്ട് എഫ്? ഡൈവേർജൻസ്.
അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച് ഡൈവേർജൻസ് എഫ് ഡി വി. ഡൈവേർജൻസ് എഫ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഡൈവേർജൻസ് എഫ് 4 ആണ്. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച് 4 ഡി വി. അപ്പൊ എന്ത് വരും? 4 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി അല്ലേ? 4 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. എന്താണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ? വോളിയം ഓഫ് ദ റീജിയൻ. ഇവിടുത്തെ റീജിയൻ എന്താണ്? സിലിണ്ടറിക്കൽ റീജിയൻ. അപ്പൊ 4 ടൈംസ് വോളിയം ഓഫ് ദ സിലിണ്ടറിക്കൽ റീജിയൻ അല്ലേ? ഇവിടുത്തെ റീജിയൻ ആണ് പറയുന്നത്, സിലിണ്ടറിക്കൽ റീജിയൻ. എന്താണ് ഈ സിലിണ്ടറിക്കൽ റീജിയൻ? എങ്ങനെ ഇരിക്കും? ഒരു സിലിണ്ടർ പോലെയാണ്. ഈ ഹൈറ്റ് ആണ് z = 0 to z = 1. ഇത് 0, ഇത് 1. അപ്പൊ ഹൈറ്റ് h ആണ് 1. ഇതെന്താണ്? ബേസും സർക്കിളാണ്. x² + y² = a². എന്താണ് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല? πr²h അല്ലേ? 4 ടൈംസ് πr²h ആണ് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ റീജിയൻ. πr²h. റേഡിയസ് a ആണ്. അപ്പൊ πa². 4πa². ഹൈറ്റ് എത്ര? ഹൈറ്റ് 1 ആണ്. h 1 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് a ആണ്. അപ്പൊ എന്ത് വന്നു? 4πa² എന്ന് കിട്ടി. എന്റെ ആൻസർ ആയി കഴിഞ്ഞു. 4πa². മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. If sigma is any closed surface enclosing a volume V and also F is given, using divergence theorem, show that double integral over S F dot n ds equal to 7V. ഇവിടെ സിഗ്മ ആണ് എനി ക്ലോസ്ഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ സിഗ്മയാണ് എനി ക്ലോസ്ഡ് റീജിയൻ. F is given. F എന്താണ്? 2xi plus 2/j plus 3zk. Using divergence theorem, find divergence. Divergence എന്താണ്? Divergence f അതായത് ഡൽ ഡോട്ട് എഫ് ആണ്. അതായത് ∂/∂x ഓഫ് i യുടെ കൂടെ വരുന്ന 2x പ്ലസ് ∂/∂y ഓഫ് j യുടെ കൂടെ വരുന്ന 2y പ്ലസ് ∂/∂z ഓഫ് k യുടെ കൂടെ വരുന്ന 3z. ഇതാണ് ഡൈവർജൻസ്. ഡൈവർജൻസ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാർക്ക് കിട്ടും. ഡൈവർജൻസ് തിയറം എന്ന ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഡൈവർജൻസ് കാണണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. യൂസിങ് ഡൈവർജൻസ് തിയറം എന്ന് പറയുമ്പോഴത്തേക്ക് ഡൈവർജൻസ് കാണണം. ഡൈവർജൻസ് കാണുമ്പോഴത്തേക്ക് ഒരു മാർക്ക് കിട്ടും. എന്താണ്? ∂/∂x ഓഫ് 2x 2 പ്ലസ് ∂/∂y ഓഫ് 2y എന്താണ്? 2. ∂/∂z ഓഫ് 3z എന്താണ്? 3. അതായത് 7 എന്ന് കിട്ടി. ഇനി എന്താണ്? ബൈ ഡൈവർജൻസ് തിയറം. ആ ഫോർമുല എഴുതാം. ബൈ ഡൈവർജൻസ് തിയറം ഫോർമുല എന്താണ്? ഫോർമുല എഴുതുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് ഒരു മാർക്ക് കിട്ടും. ബൈ ഡൈവർജൻസ് തിയറം എന്താണ് ഫോർമുല? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് എഫ് ഡി വി. ഇതാണ് നമ്മൾ ഡൈവർജൻസ് തിയറം ഫോർമുല. ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് സിഗ്മയാണ് റീജിയൻ. അപ്പൊ എസിന് വരെ സിഗ്മ കൊടുക്കാം. ഡബിൾ ഇന്റഗ്രൽ ഓവർ സിഗ്മ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് എഫ് ഡി വി. ഡൈവർജൻസ് എഫ് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 7 ഡി വി. ഈ 7 ഇവിടെ എടുക്കാമല്ലോ. അപ്പൊ എന്ത് വരും? 7 ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. എന്താണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി? വോളിയം. വോളിയം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡി എന്ന്. അപ്പൊ എന്തായി? അതായത് നമ്മൾ ആൻസർ ആയില്ലേ അപ്പോഴത്തേക്ക്? 7 into volume of the region. വോളിയം വി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൻസർ കിട്ടി 7V എന്ന്. ഇതല്ലേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. യൂസ് ഡൈവർജൻസ് തിയറം ടു ഫൈൻഡ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ്. എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക്? ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് തന്നെയാണ്. ഇതാണ്. ഇത്
കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? യൂസിങ് ഡൈവേർജൻസ് തിയറം. ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ വെക്ടർ എഫ് തന്നിട്ടുണ്ട്. വെക്ടർ എഫ് ഈസ് ഗിവൺ 2xi plus 3yj plus z2k. എന്താണ് ഡൈവേർജൻസ് ഓഫ് എഫ്? ഡൈവേർജൻസ് എഫ് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ വരുന്ന 2x പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെ വരുന്ന 3y പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് കെയുടെ കൂടെ വരുന്ന z2. ഡൈവേർജൻസ് സീറോ എന്ന് പറയുന്നുണ്ട്. അത് ഡൈവേർജൻസ് കാണണം. എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x 2, ഡോ ബൈ ഡോ വൈ ഓഫ് 3y 3, ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് z2 2z. അപ്പൊ എന്ത് വരും? 5 plus 2z എന്ന് കിട്ടി. ഡൈവേർജൻസ് എഫ് കിട്ടി. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ്. എന്താണ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ്? ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് ആണല്ലോ. ഇതാണ് ഇതിന്റെ ഫോർമുല. എന്താണ്? ബൈ ഗാസ് ഡൈവേർജൻസ് തിയറം ഡബിൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി എസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവേർജൻസ് എഫ് ഡി വി. ഇതാണ് ഫോർമുല. അപ്പോഴത്തേക്ക് ഡൈവേർജൻസ് കാണുമ്പോൾ തന്നെ 1 മാർക്ക് കിട്ടും. ഫോർമുല എഴുതുമ്പോൾ വീണ്ടും 1 മാർക്ക് കിട്ടും. ഡൈവേർജൻസ് എഫ് കിട്ടിക്കഴിഞ്ഞു. എന്തൊക്കെയാണ്? 5 plus 2z. dv എന്താണ്? dz dy dx. ലിമിറ്റ് കൊടുക്കാം. എന്താണ്? x ഈക്വൽ ടു 0 x ഈക്വൽ ടു 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ x ലിമിറ്റ് 0 to 1. y ഈക്വൽ ടു 0 y ഈക്വൽ ടു 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ y ലിമിറ്റ് 0 to 1. z ലിമിറ്റും 0 to 1 തന്നെയാണ്. പിന്നെ ക്വസ്റ്റൻ ഉണ്ട്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1. ആദ്യം z ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 5z പ്ലസ് 2z² ബൈ 2 ലിമിറ്റ് 0 to 1. പിന്നെ ഒരു dy യും dx ഉം കൂടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 0 to 1 0 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 5 പ്ലസ് 2 വെട്ടി കളഞ്ഞിട്ട് 5 plus 1 6 എന്ന് കിട്ടും. 6 dy dx ഇതല്ലേ ഉള്ളൂ. 6 വെളിയിലാക്കാം. 6 ഇന്റഗ്രൽ 0 to 1 dy dx. ഇതെന്താണ്? 6 ഇന്റഗ്രൽ 0 to 1 y ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ആണ്. ലിമിറ്റ് 0 to 1 ആണ്. dx ആണ്. വീണ്ടും 1 തന്നെ വരുന്നു. അതായത് 6 ഇന്റഗ്രൽ 0 to 1 dx എന്ത് വരും? 6 into x 0 to 1 കൊടുക്കുമ്പോൾ 6 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആദ്യം ഡൈവേർജൻസ് സീറോ ആണ്. ഡൈവേർജൻസ് കണ്ടുപിടിച്ചു. അതിന് 1 മാർക്ക് കിട്ടി. അടുത്തെന്താണ്? ഡൈവേർജൻസ് സീറോ ആണ്. ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദി വെക്ടർ ഫീൽഡിന്റെ ഫോർമുല എന്താണ്? ഫോർമുല എഴുതി വീണ്ടും 1 മാർക്ക് കിട്ടി. ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി മാർക്ക് കൂടെ കിട്ടും. Next question is given. Evaluate double integral over s f dot n ds using divergence theorem. F തന്നിട്ടുണ്ട്. F എന്താണ്? F is given. F is axi plus byj plus czk. എന്ത് കണ്ടുപിടിക്കാം? ഡൈവേർജൻസ്. ഫസ്റ്റ് we have to find divergence f. ഡൈവേർജൻസ് f എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐയുടെ കൂടെ വരുന്ന ax പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെയുടെ കൂടെ വരുന്ന by പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് കെയുടെ കൂടെ വരുന്ന സി ഇസെഡ്. എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ax a, ഡോ ബൈ ഡോ വൈ ഓഫ് by b, ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് സി ഇസെഡ് c. അപ്പൊ ഡൈവേർജൻസ് എഫ് കിട്ടി a പ്ലസ് ബി പ്ലസ് സി. ഇനി എന്താണ്? ബൈ യൂസിംഗ് ഡൈവേർജൻസ് തിയറം ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്താണ്? ഫോർമുല എഴുതാം. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ എച്ച് ഡൈവേർജൻസ് എഫ് ഡി വി. ഇതാണല്ലോ. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവേർജൻസ് എഫ് എത്രയാണ്? എ പ്ലസ് ബി പ്ലസ് സി ആണ് ഇൻറ്റു ഡി വി. അപ്പൊ എന്താവും? നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി വെളിയിലെടുക്കാം. അതായത് എന്ത് കിട്ടും? എ പ്ലസ് ബി പ്ലസ് സി ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി. എന്താണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ? വോളിയം. ഇവിടുത്തെ റീജിയൻ സ്ഫിയർ ആണ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു വോളിയം ഓഫ് ദ റീജിയൻ. ഇവിടെ എന്താണ്? വോളിയം സ്ഫിയർ ആണ്. സ്ഫിയറിന്റെ വോളിയം എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ആണ് ഫോർമുല. 4/3 പൈ ആർ ക്യൂബ് വോളിയം എഫ് എ സ്ഫിയർ. 4/3 പൈ ആർ ക്യൂബ്. റേഡിയസ് എത്ര? റേഡിയസ് 1 ആണ്.
റേഡിയസ് 1 ആയതുകൊണ്ട് എന്ത് വരും? r ക്യൂബ് 1 ആണ്. അപ്പൊ എന്ത് വരും? a പ്ലസ് ബി പ്ലസ് സി 4 ആദ്യം എഴുതാം. 4/3 പൈയും കൂടെ. ഇതല്ലേ ആൻസർ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് 4/3 a പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു പൈ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. വീണ്ടും ഒരു ക്വസ്റ്റൻ ആണ്. യൂസ് ഡൈവേർജൻസ് തിയറം ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ്. എഫ് ഈസ് ഗിവൺ. എഫ് എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ 5i പ്ലസ് 10/j പ്ലസ് ഇസഡ് ക്യൂബ് കെ. എന്താണ് പറയുന്നത്? ബൈ യൂസിംഗ് ഡൈവേർജൻസ് തിയറം. സോ വി ഹാവ് ടു ഫൈൻഡ് ഡൈവേർജൻസ്. വാട്ട് ഈസ് ഡൈവേർജൻസ് എഫ്? ഡൈവേർജൻസ് എഫ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 5 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ജെയുടെ കൂടെ വരുന്ന 10/, പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെയുടെ കൂടെ വരുന്ന ഇസഡ് ക്യൂബ്. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 5 0 ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് 10/10 ആണ്. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് ക്യൂബ് 3z². എന്ത് കിട്ടി? 10 പ്ലസ് 3z² എന്ന് കിട്ടി. ഡൈവേർജൻസ് കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ്? ബൈ യൂസിംഗ് ഡൈവേർജൻസ് തിയറം വി ഹാവ് ടു ഫൈൻഡ് ഇത്. അപ്പൊ എന്ത് വരും? What is the formula for divergence theorem? Double integral over S f dot n ds equal to triple integral over h divergence f dv. ഇതാണ് നമ്മുടെ ഡൈവേർജൻസ് തിയറത്തിന്റെ ഫോർമുല. ഡൈവേർജൻസ് എഫ് കിട്ടിക്കഴിഞ്ഞു. ട്രിപ്പിൾ ഇന്റഗ്രൽ എന്താണ്? 10 പ്ലസ് 3z² എന്നാണ്. 10 പ്ലസ് 3z² dv എന്ന് പറഞ്ഞാൽ എന്താണ്? dz dy dx. ഇതല്ലേ? ആദ്യം എന്ത് കൊടുക്കണം? ഔട്ടർ ലിമിറ്റ് എക്സ് ആയിരിക്കണം. കാരണം എക്സിനാണ് കോൺസ്റ്റന്റ് ലിമിറ്റ് -1 to 1. അപ്പൊ ഔട്ടർ ലിമിറ്റ് -1 to 1. ഇത് ഇപ്പൊ രണ്ടും ഒരേപോലെയാണെങ്കിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇടയ്ക്ക് y-യുടേത് x/2 2x, z-ന്റേത് 0 to y. ഇനി ഇന്റഗ്രേഷനേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ചെയ്യാം. ആദ്യം ഇസഡ് ചെയ്യാം. ഇസഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ x/2 to x എന്താണ്? 10ന് 10z, 3z²ന് 3z³ ലിമിറ്റ് 0 to y, പിന്നെ dy dx 3 വെട്ടി പോവും. അപ്പം -1 to 1 x/2 to x ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 10y പ്ലസ് y³ പിന്നെ dy dx. ഇതല്ലേ? അടുത്ത എന്താണ്? ഇന്റഗ്രൽ -1 to 1 10yക്ക് എന്താണ്? 10y²/2 പ്ലസ് y³ y⁴/4 ലിമിറ്റ് എന്താണ്? x/2 to x dx ആണ്. ഇനി ആ ലിമിറ്റ് കൊടുക്കാം. 10/2 5 ആണ്. അപ്പൊ ഇന്റഗ്രൽ -1 to 1 വെളിയിലുണ്ട്. 10/2 5 ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് x ആണ് വരുന്നത്. അപ്പൊ x² 5x² പ്ലസ് 1/4 x⁴/4 അപ്പർ ലിമിറ്റ് ആയി കഴിഞ്ഞു. x കൊടുത്തപ്പോഴത്തേക്ക് 5x² പ്ലസ് x⁴/4. ലോവർ ലിമിറ്റ് x/2 കൊടുക്കുമ്പോഴും 5 x/2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ x²/4 പ്ലസ് ഒരു 1/4 മാറ്റിയിട്ട് yക്ക് x/2 കൊടുക്കുമ്പോൾ എന്താണ്? x⁴/16. ഇനി dx കൂടെ ഉണ്ട്. ഇനി ഇന്റഗ്രേഷൻ കഴിയണം. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? 5x²നെ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നോക്കാം. ഇതെന്താണ്? ഇതെല്ലാം ഈവൻ ഫംഗ്ഷൻ ആണ്. ഇതെല്ലാം ഈവൻ ഫംഗ്ഷൻ ആണ്. ഇന്റഗ്രൽ -1 to 1 ആണ്. അപ്പൊ 2 times 0 to 1 എന്ന് പറഞ്ഞൂടെ? അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. 2 times ഇതെല്ലാം ഈവൻ ഫംഗ്ഷൻ തന്നെയാണ്. 2 times 0 to 1 5x² പ്ലസ് x⁴/4 പ്ലസ് 5/4x² പ്ലസ് x⁴/64 ആണ് dx. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്താലും എല്ലാം സ്ക്വയർ ടേംസ് ആണ്. അപ്പൊ എല്ലാം ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ 2 times ഇന്റഗ്രൽ 0 to 1 എന്ന് പറയാം. ഇനി ഇന്റഗ്രേറ്റ് ലിമിറ്റ് കൊടുത്താൽ മതി. എന്താണ്? 5x²നെ 5x³ 3
എക്സ് റൈസ് ടു 5/5 വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താവും 20 എന്നാവും. 4 × 5 20 പ്ലസ് 5/4 എക്സ് ക്യൂബ് എന്താണ് എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് അടുത്തെന്താണ് എക്സ് റൈസ് ടു 5/64 × 5. ലിമിറ്റ് 0 to 1 ആണ്. ഈ ലിമിറ്റ് കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. അതായത് 2 × 5/3 പ്ലസ് 1/20 പ്ലസ് 5/12 പ്ലസ് 1 ഇതെത്രയാണ് 320. ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് നമ്മളുടെ ലോവർ ലിമിറ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്കിവിടെ 2 ടൈം ഇടയ്ക്ക് മൈനസ് വരും. ഞാനത് വിട്ടുപോയി. ഇവിടെ ഇത് മൈനസ് വരും, ഇതും മൈനസ് വരും. അപ്പൊ ഇത് മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പൊ എന്ത് വരും? ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 83/82 എന്ന്. ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് പ്രൂവ് ചെയ്യണം. നമുക്ക് ആ എല്ലാ സെസ് തുടങ്ങാം. ഡബിൾ ഇന്റഗ്രൽ r.n/ds/r². ഇതെന്താണ്? ഈ r² മുകളിലാക്കുമ്പോഴത്തേക്ക് r⁻²2 ആകും. ഡബിൾ ഇന്റഗ്രൽ r⁻²r.n/ds. ഇങ്ങനെ എഴുതാലോ. r² മുകളിലാകുമ്പോൾ r⁻². അത്രയും ഒരു ഫംഗ്ഷൻ ആക്കി എഴുതിയിട്ട് r⁻²r.n/ds. അപ്പൊ എന്താണ് ഇത്? ഇതുപോലെയായി f.n/ds പോലെയല്ലേ. അതായത് ഡബിൾ ഇന്റഗ്രൽ f.n/ds പോലെയല്ലേ. നമുക്ക് ഡൈവർജൻസ് വരെ അപ്ലൈ ചെയ്യാമല്ലോ. ഇതുപോലെയല്ലേ കിടക്കുന്നത്. ഇത് വെക്ടർ എഫ് ആയിട്ട് എടുക്കാം. എന്താണ് ഇതിന്റെ ഫോർമുല വരുന്നത്? ട്രിപ്പിൾ അല്ലേ? എന്ത് വരും? ഇതിന്റെ ആൻസർ എന്ത് വരും? ബൈ യൂസിങ് ഗാസ് ഡൈവർജൻസ് തിയറം ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് ഓഫ് dv അല്ലേ. ഇതാണല്ലോ ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് ഓഫ് dv. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽ ഡോട്ട് എഫ് ഡൈവർജൻസ് ഓഫ് ഡൽ ഡോട്ട് എഫ് dv. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ ഡൈവർജൻസ് എഫ് എന്താണ്? ഡൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ഡൽ ഡോട്ട് നമ്മുടെ r⁻²r പിന്നെ dv എന്നാണ് അല്ലേ. ഡൽ ഡോട്ട് എഫ് ഡൽ ഡോട്ട് r⁻²r dv. എന്താണ് ഡൽ ഡോട്ട് r⁻²r എന്ന് പറഞ്ഞാൽ? ആദ്യം r⁻² വെളിയിലാക്കുക. ട്രിപ്പിൾ ഇന്റഗ്രൽ ഉണ്ട്. എന്താണ്? r⁻² വെളിയിലാക്കി കഴിഞ്ഞാൽ ഡൽ ഡോട്ട് r പ്ലസ് അടുത്ത ഡൽ r⁻², ഡൽ r⁻² ഡോട്ട് r ഇങ്ങനെ എഴുതാം. പിന്നെ ഒരു dv കൂടെ വെച്ചുണ്ട്. ഇതെന്താണ്? ഡൽ ഡോട്ട് r⁻²r എന്ന് പറഞ്ഞാൽ ആദ്യം r⁻² വെളിയിലാക്കിയിട്ട് r⁻² ഡൽ ഡോട്ട് r പ്ലസ് ഡൽ r⁻² ഡോട്ട് r. പിന്നെ ഒരു dv കൂടെ ഉണ്ട്. ഡൽ ഡോട്ട് r നമുക്കറിയാം. എന്താണ് ഡൽ ഡോട്ട് r എന്ന് പറഞ്ഞാൽ? ഡൽ ഡോട്ട് r എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഡൽ ഡോട്ട് r 3 ആണ്. ട്രിപ്പിൾ ഇന്റഗ്രൽ r⁻² ഡൽ ഡോട്ട് r 3 പ്ലസ് എന്താണ് ഡൽ r⁻² എന്ന് പറഞ്ഞാൽ? ഡൽ r⁻² എന്ന് പറഞ്ഞാൽ ഡൽ r⁻n നമ്മളൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡൽ r⁻n എന്താണ്? n r⁻n-2r എന്നാണ് ഫോർമുല. ഡൽ r⁻n ഫോർമുലയാണ് n r⁻n-2r എന്ന്. അപ്പൊ ഡൽ r⁻² എന്താവും? -2 r⁻⁻4r എന്നല്ലേ. അപ്പൊ എന്ത് വന്നു? പ്ലസ് ഡൽ r⁻²ന് -2 r⁻⁻4r പിന്നെ ഒരു ഡോട്ട് r ഉണ്ട്. പിന്നെ dv കൂടെ അല്ലേ. ഇനി എന്ത് കൂടെ വേണം? r ഡോട്ട് r. r ഡോട്ട് r എന്താണ്? r ഡോട്ട് r എന്ന് പറഞ്ഞാൽ r² ആണ്. r ഡോട്ട് r എന്ന് പറഞ്ഞാൽ r² ആണ്. എല്ലാം കൂടെ ആയപ്പോ എന്ത് വന്നു? ട്രിപ്പിൾ ഇന്റഗ്രൽ 3r⁻² -2 r⁻⁻4 r² dv എന്നായി അല്ലേ. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ 3r⁻² -2 r⁻⁻2 dv എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ r⁻²dv. ഈ r⁻² എങ്ങനെ എഴുതാം? 1/r².
ട്രിപ്പിൾ ഇന്റഗ്രൽ 1/r² dv. നമുക്ക് ഇതിന്റെ പ്രൂവ് ചെയ്യണ്ടായിരുന്നത് നോക്കി നോക്ക്, ആയില്ലേ? എന്റെ പ്രൂഫ് ആയി കഴിഞ്ഞു. അപ്പൊ ഡൈവേർജൻസ് തിയറത്തിലെ ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 3 വലിയ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.